അപ്പോൾ എന്താണ് ഈ അണ്ഡാശയത്തിൻ്റെ സിസ്റ്റുകൾ അല്ലെങ്കിൽ എന്താണ് ഈ അണ്ഡാശയ മുഴകൾ? നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് യൂഷ്വലി ഒരു ഗർഭാശയം, അതിൻ്റെ കൂടെ തന്നെ 2 ഫെലോപ്പിയൻ ട്യൂബ്, അത് അണ്ഡക്കുഴൽ വാഹിനി, അതിൻ്റെ കൂടെ തന്നെ അണ്ഡാശയം 2 ഉണ്ടാവും, 2 ഓവറീസും കൂടെ ഉണ്ടാവും. സാധാരണ അണ്ഡാശയത്തിൻ്റെ ഒരു സൈസ് എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം ഒരു 2 സെൻറ്റിമീറ്റർ ഇൻറ്റു 1.5 സെൻറ്റിമീറ്റർ ഇൻറ്റു 1 സെൻറ്റിമീറ്റർ, അതാണ് ഏകദേശം ഒരു അണ്ഡാശയത്തിൻ്റെ ഒരു കണക്ക്, നോർമൽ സൈസാണ്. ഇതിനകത്ത് വിവിധ ഭാഗമായിട്ട് ഇതിൻ്റെ നോർമലായിട്ട് ഇതിൻ്റെ ജോലി അല്ലെങ്കിൽ അണ്ഡാശയത്തിൻ്റെ ജോലി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഓവുലേഷൻ നടക്കുക, അതേസമയം ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുക, ഇതാണ് മെയിനായിട്ട് അണ്ഡാശയത്തിലുള്ള ജോലിയായിട്ട് കാണുന്നത്. അണ്ഡാശയ മുഴകൾ അല്ലെങ്കിൽ അണ്ഡാശയത്തിലെ സിസ്റ്റ്, എന്താണ് ഈ വിവിധതരമായിട്ടുള്ള സിസ്റ്റുകൾ എന്ന് പറയുകയാണെങ്കിൽ സാധാരണ അതിന് ആദ്യം പറയുന്നുണ്ടായിരുന്നു ഓവറുടെ സൈസിനെ പറ്റി പറയുന്നത്. കാരണം അതിൻ്റെ ഒരു പ്രാധാന്യം എന്താ വെച്ചാൽ സൈസ് ഒത്തിരി വലുതാവുമ്പോഴാണ് കുറേ പ്രശ്നങ്ങളും കുറേ ബുദ്ധിമുട്ടുകളും കുറേ രോഗലക്ഷണങ്ങൾ വരിക. സാധാരണ നമ്മൾ കാണാൻ പറ്റുന്ന ഈ നോർമലായിട്ടുള്ള ഓവറി, ഞാൻ പറഞ്ഞ ആദ്യമേ ഓവുലേഷൻ എന്നൊരു സംഭവത്തിനെ പറ്റി പറഞ്ഞു. അപ്പോൾ ഈ ഓവുലേഷനായിട്ട് അതിന് ശേഷം ഈ ഓവറുടെ ചെറിയൊരു നീർക്കെട്ട് വരും. ആ നീർക്കെട്ടിൻ്റെ പേരാണ് കോർപ്പസ് ലൂട്ടിയം സിസ്റ്റ് എന്ന് പറയും. സാധാരണ ഇത് കാണുന്നത് പീരീഡ്സിൻ്റെ അതായത് സെക്കൻഡ് ഹാഫിലാണ് ഈ കോർപ്പസ് ലൂട്ടിയം സിസ്റ്റ് കാണാറുള്ളത്. ഈ കോർപ്പസ് ലൂട്ടിയം സിസ്റ്റ് വളരെ സിമ്പിളായിട്ടുള്ളൊരു സിസ്റ്റാണ്. ഏകദേശം ഒരു 3-4 സെൻറ്റിമീറ്റർ വരെ ഇത് വലുപ്പം വെക്കാനുള്ള സാധ്യതയും കൂടി ഇതിനകത്ത് ഉണ്ട്. പക്ഷേ ഇതിന് ലക്ഷണങ്ങളായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മൾ ഈ പീരീഡ്സ് യാദൃശ്യമായിട്ട് ചെയ്യുന്ന സ്കാനിങ് റിപ്പോർട്ടിനകത്ത് കാണുന്നതാണ് കോർപ്പസ് ലൂട്ടിയം സിസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. പിന്നെയുള്ള നമുക്ക് ഈ അണ്ഡാശയത്തിൻ്റെ സിസ്റ്റ് എന്ന് പറയും ഫോളിക്കുലർ സിസ്റ്റ്. ഫോളിക്കുലർ വെച്ചാൽ അണ്ഡാശയം വലുതാവുന്ന അണ്ഡം, അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ഫോളിക്കുലർ സിസ്റ്റാണ്. ഇത് യൂഷ്വലി ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും കാണാൻ കിട്ടുന്നതാണ്. പക്ഷേ ഫോളിക്കുലർ സിസ്റ്റ് ചില സമയത്ത് ഇത് 5 മുതൽ 6 സെൻറ്റിമീറ്റർ വലിപ്പം വെക്കാം. അപ്പോൾ അതിൻ്റെ രോഗലക്ഷണങ്ങളായിട്ട് വയറ് വീർത്ത് വരിക, ഇടയ്ക്കിടയ്ക്ക് ഏമ്പക്കം, ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് വരെ തോന്നുക, അതേ സമയത്ത് ഒരു ഭക്ഷണം കഴിച്ചാലും ഒരു ദഹനക്കേട് വരെ തോന്നുക, ഇതൊക്കെയാണ് അതിൻ്റെ ഭാഗമായിട്ട് തോന്നുന്ന സിസ്റ്റുകൾ. ഈ ഫോളിക്കുലർ സിസ്റ്റുകൾ സാധാരണ ഇതിൽ പീരീഡ്സിൻ്റെ ഭാഗത്ത് കൃത്രിമക്കേട് ഉണ്ടാക്കുക അങ്ങനത്തെയുള്ള സാധ്യത വളരെ കുറവാണ്. ഇതങ്ങനെ ഒരു പീരീഡ്സായിട്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടിക്കാനുള്ള സാധ്യത വളരെ 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 കുറവാണ്. അതുപോലെ തന്നെ യാദൃശ്യമായി നമ്മൾ സ്കാൻ ചെയ്യുന്നു. ഈ സ്കാനിൽ നമ്മൾ കാണുന്നു ഒരു സിസ്റ്റ് 5-6 സെൻറ്റിമീറ്റർ ആയിട്ട് സിസ്റ്റ് ചിലപ്പോൾ കാണും. അത് ഫോളിക്കൽ ബേസ്ഡാണ്. ഈ ഫോളിക്കുലർ സിസ്റ്റിൻ്റെ ട്രീറ്റ്മെൻറ്റായിട്ട് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മളൊരു 3 മാസം വരെ വെയിറ്റ് ചെയ്യാറുണ്ട്. ഒരു 99.9% ഈ സിസ്റ്റുകൾ തന്നെത്താനെ ചുരുങ്ങിപ്പോകലാണ് സാധ്യത. ഇതാണ് നോർമൽ ഫിസിയോളജിയായിട്ട് നടക്കുന്നത്. വളരെ വളരെ അപൂർവമായിട്ട് ഇങ്ങനത്തെയുള്ള സിസ്റ്റുകൾ തിരിഞ്ഞു പോവുക, ടോർഷൻ എന്നാണ് പറയുന്നതിന്, ടോർഷൻ തിരിഞ്ഞു പോകുക. എന്നിട്ട് തിരിഞ്ഞു പോകുമ്പോഴുള്ള ലക്ഷണങ്ങളായിട്ടാണ് സഡനായിട്ട് ഭയങ്കരമായിട്ട് വയറുവേദന, അതേസമയം ചെറിയ തലകറക്കം പോലെ തോന്നുക, അതിൻ്റെ കൂടെ തന്നെ ഒരു ഭയങ്കരമായിട്ടൊരു ഓക്കാനം, ഒരു ഛർദി പോലെ തോന്നുക. ഇങ്ങനെ വരുമ്പോഴാണ് ഇതിൻ്റെ ലക്ഷണങ്ങളായിട്ട് ടോർഷൻ എന്ന് പറയുക. ഉടനെ നമ്മളൊരു ഡോക്ടറെ സമീപിക്കേണ്ടതായിരിക്കും. പക്ഷേ സാധാരണ ഇതിൽ ഈ ടോർഷനും കൂടെ ആവാനുള്ള സാധ്യത അതും വളരെ വളരെ കുറവാണ്. ഇപ്പോൾ ഒരു 10,000 കേസിൽ ഒരാൾക്ക് ഇങ്ങനെ വരാം. അതായത് 999 പേർക്ക് 9,999 പേർക്കൊന്നും വരുന്ന സാധ്യത അതിനകത്ത് കാണുന്നില്ല. അതാണ് ഇതിൻ്റെ കാര്യങ്ങൾ. എഗെയിൻ ഞാൻ പറഞ്ഞു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞു നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് ഇതിന് വെയിറ്റ് ആൻഡ് വാച്ച്. ചില സമയങ്ങളിൽ ഞങ്ങളിതിന് പീരീഡ്സ് കൃത്യമാക്കാനുള്ള ടാബ്ലറ്റ്സ് കൊടുക്കാറുണ്ട്. ചില സമയത്ത് നമ്മൾ ജസ്റ്റ് അതിനെ ഒബ്സർവ് ചെയ്യാറുണ്ട്. സാധാരണ ഇതിൽ ഞാൻ പറഞ്ഞ പോലെ ഇത് തന്നെ പോകേണ്ട സിസ്റ്റുകളാണ്. ഒരു ചെറിയൊരു കാര്യം അതിനെപ്പറ്റി ഒരു ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് പറയാനുള്ളത് വെച്ചാൽ ഈ ഫോളിക്കുലർ സിസ്റ്റ് അല്ലെങ്കിൽ ഈ കാണുന്ന കോർപ്പസ് ലൂട്ടിയം സിസ്റ്റ് വളരെ അപൂർവമായിട്ട് ഇത് പൊട്ടിത്തെറിക്കാം. ഇതാണ് റപ്ചർ എന്ന് പറയാം. ഈ റപ്ചർ ആകുമ്പോഴുള്ള പ്രോബ്ലം വെച്ചാൽ ഇത് ഭയങ്കരമായിട്ട് വേദന വരും. അതേ സമയത്ത് ഭയങ്കരമായിട്ട് ഛർദ്ദിക്കാൻ തോന്നുന്നു, വയറുവേദന, ഇതൊക്കെ വരും. അപ്പോൾ ഇതിനകത്തെന്ന് വെച്ചാൽ ബ്ലീഡിങ് വരുന്നു. ഈ കോർപ്പസ് ലൂട്ടിയം അണ്ഡാശയത്തിലെ സിസ്റ്റ് പൊട്ടിയിട്ട് ഇതിനുള്ളിൽ ബ്ലീഡിങ് വരും. ആ ബ്ലീഡിങ് വരുമ്പോഴുള്ള പ്രോബ്ലംസ് ആയിട്ടാണ് നമുക്ക് ഈ ഭയങ്കരമായിട്ട് വേദനയൊക്കെ വരുന്ന സാധ്യത. അതും ഞാൻ പറഞ്ഞു വളരെ അപൂർവമാണ്. അപ്പോൾ നമുക്ക് സാധാരണ ഇതിൽ വയറുവേദന ഇങ്ങനത്തെ ഒരു വേദനയൊക്കെ വരുമ്പം നമ്മൾ സ്കാൻ ചെയ്തിട്ടൊരു സിസ്റ്റ് പോലെ കാണുകയാണെങ്കിൽ എന്തായാലും ഇതിനെപ്പറ്റി ഒരു ആക്ഷൻ നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു അനിവാര്യമാണ്. അതായത് ഇതിനെ റപ്ചർ അടിക്കുകയാണ്. അടുത്ത വർഗ്ഗമായിട്ട് സിസ്റ്റ് എന്ന് വെച്ചാൽ ഞങ്ങളിത് പറഞ്ഞു സിമ്പിൾ ഫോളിക്കുലർ സിസ്റ്റ് പറഞ്ഞു. അതിനുശേഷം ഇതിലേക്ക് തന്നെ കോർപ്പസ് ലൂട്ടിയം സിസ്റ്റ് എന്ന് പറഞ്ഞു. ഇതും നോർമൽ എന്ന് പറഞ്ഞു. വളരെ അപൂർവമായിട്ട് സിസ്റ്റിൻ്റെ ഉള്ളിൽ കുറച്ച് ബ്ലീഡിങ്, വളരെ ചുരുക്കമായ ബ്ലീഡിങ് വരുമ്പോഴാണ് ഇതിനെ ഹെമറാജിക് സിസ്റ്റ് എന്ന് പറയുക. ഇത് സ്കാനിങ്ങിൽ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. നമ്മുടെ സ്കാനിങ്ങിൽ കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. ഇതിൻ്റെ സൈസും ഒത്തിരി വലുപ്പമൊന്നും വെക്കത്തില്ല. ഏകദേശം ഒരു 4-4.5 സെൻറ്റിമീറ്റർ മാക്സിമം ആ സൈസിലാണ് വരികയുള്ളത് ഈ ഹെമറാജിക് സിസ്റ്റ്. പക്ഷേ ഹെമറാജിക് സിസ്റ്റ് വരുമ്പോഴാണ് ഇതിൽ കുറച്ച് വേദന അധികം ഉണ്ടാവാം. അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ വരുമ്പം ഞാനതും പറഞ്ഞു. ഈ രോഗലക്ഷണങ്ങൾ എന്താ വെച്ചാൽ എഗെയിൻ സെയിം നോൺ സ്പെസിഫിക് സിംറ്റംസ്, ബ്ലീഡിംഗ് ആയിട്ടോ പീരീഡ്സ് ആയിട്ടോ ഒരു ബന്ധമില്ല. അതേസമയത്ത് നോൺ സ്പെസിഫിക് സിംറ്റംസ്, വയറ് വീർത്തൊരു തോന്നൽ, ഏമ്പക്കം, ഗ്യാസ്, ബുദ്ധിമുട്ടുകൾ, അങ്ങനത്തെ ഈ ഒരു ബുദ്ധിമുട്ടാണ് ഇത് പറയാം. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റായിട്ട് നമ്മൾ യൂഷ്വലി ഒരു കൃത്രിമമാക്കുന്ന ഒരു ടാബ്ലറ്റ് 21 ദിവസത്തെ ഗുളിക, ചിലപ്പോൾ 3 മാസത്തേക്ക്, അല്ലെങ്കിൽ നമ്മൾ അതിനെ ജസ്റ്റ് ഒബ്സർവ് ചെയ്യാറാണ് ഉള്ളത്. അതും ഞാൻ പറഞ്ഞതുപോലെ
ഒത്തിരി അംശങ്ങളിൽ ഈ സിസ്റ്റുകൾ തന്നെത്താനെ ചുരുങ്ങി പോകാറുള്ളതാണ് നമ്മൾ സാധാരണയായിട്ട് കാണാറുള്ളത്. സോ ആദ്യം ഞാൻ പറഞ്ഞു അഗെയിൻ സിമ്പിളായിട്ടുള്ള ഫോളിക്കൽ സിസ്റ്റ്, അതിനുശേഷം കോപ്പസ്ലിൻ സിസ്റ്റ്. ഇതേ കോപ്പസ്ലിൻ സിസ്റ്റിനകത്ത് ചെറുതായിട്ടൊരു ബ്ലീഡിങ് വരികയാണെങ്കിൽ ഇതിനെ ഹെമറാജിക് സിസ്റ്റ് എന്നാണ് പറയാറുള്ളത്. ഇതാണ് കോമൺ ആയിട്ട് കാണുന്നത്. അടുത്ത ടൈപ്പായിട്ടുള്ള ഈ ഓവറിയൻ സിസ്റ്റുകൾ എന്ന് വെച്ചാൽ ഡെർമോയിഡ് സിസ്റ്റുകൾ എന്ന് പറയും. ഡെർമോയിഡ്. ഈ ഡെർമോയിഡ് സിസ്റ്റുകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട 3 ലെയേഴ്സാണ്. എക്ടോഡേം ലെയർ, മീസോഡേം ലെയർ ആൻഡ് എൻഡോഡേം ലെയർ. 3 ലെയർ. അപ്പോൾ ഈ 3 ലെയറിൻ്റെയും കൂടി ഇതിനകത്ത് ഈ ഡെർമോയിഡ് സിസ്റ്റിനകത്ത് 3 ലെയറിൻ്റെ ഭാഗങ്ങളും കാണാറുണ്ട്. അതുകൊണ്ടാണ് ഈ ഡെർമോയിഡ് സിസ്റ്റം നമ്മൾ കാണാറുള്ളത് വെച്ചാൽ സിമ്പിളായിട്ടുള്ള ഈ മുടി, എല്ലിൻ്റെ കഷ്ണം, പല്ലിൻ്റെ കഷ്ണം, ഫാറ്റ്, കൊഴുപ്പ്, അതേ സമയത്ത് വെള്ളം. ഇതാണ് സാധാരണ കാണാറുള്ളത്. കാരണം ഈ ബോഡിയിലുള്ള 3 ലെയറും കൂടിയിട്ടാണ്. അതായത് നമ്മുടെ എക്ടോഡം പുറത്തുള്ള ഭാഗം എന്ന് പറയുമ്പോൾ സ്കിന്നിൻ്റെ അപ്പൻഡേജസ്, മുടിയുടെ കഷ്ണം, അതാണ്. മീസോഡം ലെയറിൽ മസിലിൻ്റെ ചെറിയ ഭാഗങ്ങൾ അല്ലെങ്കിൽ ഫാറ്റ്, കൊഴുപ്പ് കാണാറുണ്ട്. എൻഡോഡെർമൽ ലേയേഴ്സായിട്ട് പല്ല്, എല്ല്, ഇതൊക്കെയാണ് സാധാരണ കാണാറുള്ളത്. ഇത് ഏതൊരു സ്ത്രീക്കും 15, 10, 12, 13 വർഷങ്ങൾക്ക് മുതൽ 65 വർഷം വരെ കാണാറുണ്ട്. സാധാരണ ഇത് കാണാറുള്ളത് ഒരു 20 to 35 ഇയേഴ്സിലാണ് കാണാറുള്ളത്. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ 12, 13 വയസ്സിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, അതേസമയത്ത് 65 വയസ്സിലും കണ്ടിട്ടുണ്ട്. ഇതൊരു എക്സ്ട്രീംസ് ഓഫ് ഏജിൽ കാണാറുള്ളത്. ഡെർമോയിഡ് സിസ്റ്റുകൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് തന്നെത്താനെ പോകാനുള്ള സാധ്യത വളരെ 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 റെയറാണ്. ഡെർമോയിഡ് സിസ്റ്റുകൾക്ക് നമ്മൾ എന്തായാലും ഇൻ്റർവെൻഷൻ, ഒരു സർജിക്കലായിട്ടുള്ള ഇൻ്റർവെൻ ചെയ്ത് ഇത് എടുക്കേണ്ടി വരുന്നത് വളരെ അനിവാര്യമാണ്. നമ്മൾ സാധാരണ ഇതിൽ കേൾക്കുന്നുണ്ട് ഇങ്ങനത്തെ പ്രശ്നത്തിൽ അണ്ടാശയം എടുക്കേണ്ടി വരും, പൂർണ്ണമായിട്ട് അണ്ടാശയം എടുക്കേണ്ടി വരുമോ? ഇതിൻ്റെ ആവശ്യമില്ല. കാരണം ഈ ഓവറുടെ സിസ്റ്റിൻ്റെ അകത്ത് ഈ ഓവറുള്ളൊരു സിസ്റ്റാണ്. സോ വെറും ഈ ഡെർമോയിഡ് സിസ്റ്റ് മാത്രം എടുത്താൽ മതി. ഓവർ എടുക്കേണ്ട ആവശ്യമോ അത് മുന്നോട്ടേക്ക് പോയിട്ട് അതെന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടാവും, അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ കുട്ടികളാവാൻ ബുദ്ധിമുട്ടോ ഒന്നും ഇതിൽ വരാറില്ല. സോ ബേസിക്കലി ഡെർമോയിഡ് സിസ്റ്റ് മാത്രം എടുത്താൽ മതി. അത് എടുത്താൽ അത് പ്രശ്നം അത്രയും വരേണ്ട കാര്യമില്ല. എന്തുകൊണ്ട് ഡെർമോയിഡ് സിസ്റ്റ് എടുക്കണം, ബാക്കിയുള്ള സിസ്റ്റ് എടുക്കണം? ഇത് കാരണം ഈ ഉള്ള എല്ലാ സിസ്റ്റുകളിൽ ഈ ടോർഷൻ അല്ലെങ്കിൽ തിരിഞ്ഞു പോവുക എന്ന് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ള സാധ്യത ഡെർമോയിഡിൽ ഒത്തിരി കൂടുതലാണ്. എസ്പെഷ്യലി പ്രഗ്നൻസി ഭാഗത്തും പ്രഗ്നൻസിയിൽ ഉണ്ടാകുമ്പം പ്രഗ്നൻസിയിൽ ടോർഷനായിട്ട് തിരിയേണ്ടത് വളരെ കോമൺ ആണ്. നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ടോർഷൻ അല്ലെങ്കിൽ തിരിഞ്ഞു പോകുമ്പോഴുള്ള കാര്യം എന്ന് വെച്ചാൽ അണ്ടാശയം വെറും അണ്ടാശയം അല്ലെങ്കിൽ ഓവറി മാത്രമേ തിരിയില്ല, ഇതിൻ്റെ കൂടെ തന്നെ ഈ കാണുന്ന ഫെലോപ്പിയൻ ട്യൂബും കൂടി തിരിയാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പം എമർജൻസി സിറ്റുവേഷനായിട്ട് വരുമ്പോൾ അതിൻ്റെയൊക്കെ ലക്ഷണങ്ങളായിട്ടാണ് നമുക്ക് എന്താ പറ്റുകയെന്ന് വെച്ചാൽ അണ്ടാശയം മാത്രമല്ല, ലാസ്റ്റ് കേസ് അതായത് വേഴ്സ്റ്റ് കേസ് സിനാരിയോസിൽ അണ്ടാശയം മാത്രം വരില്ല, പകരം അണ്ടാശയത്തിന് കൂടെ ട്യൂബും കൂടി എടുക്കേണ്ടി വരും. ഇത് ഒത്തിരി ഡയഗ്നോസിസ് ലേറ്റായി, ഒത്തിരി നേരം കുറേ കാലം നേരമായി, അങ്ങനെയാണെങ്കിൽ ഇതും കൂടി എടുക്കേണ്ടി വരും. സോ അതാണ് ഈ ഡെർമോയിഡ് സിസ്റ്റിനെ പറ്റി കുറച്ചും കൂടി ഒരു പേടിപ്പിക്കൽ അല്ലെങ്കിൽ കുറച്ചും കൂടി ഇത് കൂടുതൽ മനസ്സിലാക്കേണ്ട കാര്യം ഇതുകൊണ്ടാണ്. ഇതാണ് റൈറ്റ്. ഇപ്പം നമ്മൾ ഫോളിക്കുലർ സിസ്റ്റ്, അതേ സമയത്ത് കോപ്പസ്ലിൻ സിസ്റ്റ്, ഹെമറാജിക് സിസ്റ്റ്, ഡെർമോയിഡ് സിസ്റ്റ്, ഇവരെ പറ്റിയെല്ലാം വിവരിച്ചതിന് ശേഷം അടുത്തായിട്ട് നമുക്ക് എൻഡോമെട്രിയോസിസ് എന്നൊരു സിസ്റ്റാണ് കാണാറുള്ളത്. എൻഡോമെട്രിയോസിസ് എന്ന രോഗം അണ്ടാശയത്തിൽ മാത്രമല്ല, ഫെലോപ്പിയൻ ട്യൂബ്, അപ്പൻഡിക്സ്, വൻകുടൽ, ചെറുകുടൽ, ട്യൂബ്, അതായത് മൂത്രസഞ്ചി, എല്ലാ ഭാഗത്തും വരാൻ സാധ്യതയുള്ളൊരു സിസ്റ്റാണ്. സാധാരണ ഇതിൽ ഞങ്ങൾ പറയാറുള്ളത് പോലെ തന്നെ പീരീഡ്സ് അല്ലെങ്കിൽ മാസങ്ങൾ വരുമ്പം പീരീഡ്സ് ആകുമ്പോൾ പുറത്തേക്ക് വരാറുണ്ട്, ബ്ലീഡിങ് പുറത്തേക്ക് വരാറുള്ളത്. കാരണം എൻഡോമെട്രിയൽ സെൽസാണ് ഇതിനകത്ത് സാധാരണ ഇതിൽ ഇത് ഷെഡിങ് ആയിട്ട് പുറത്തേക്ക് വരിക. അതേ എൻഡോമെട്രിയൽ സെൽസ് സാധാരണ ഇതിൽ യൂട്രസിൽ മാത്രം ഉണ്ടാവേണ്ട എൻഡോമെട്രിയൽ സെൽസ് യൂട്രസിന് പകരം ട്യൂബിലോ ഓവറിലോ വൻകുടലോ ചെറുകുടലോ മൂത്രസഞ്ചിലോ എവിടെ വേണമെങ്കിലും ഇരിക്കാമെന്ന് പറഞ്ഞു. അപ്പം എല്ലാ മാസം പീരീഡ്സിൻ്റെ ഭാഗമായിട്ട് ഇവരും ഈ സെൽസും കൂടി വലിപ്പം വെക്കുമ്പോൾ ഇതിനകത്ത് ബ്ലീഡിങ് വരും. അത് വളരെ കുറച്ച് ബ്ലീഡിങ് ആയിരിക്കും. പക്ഷേ അടുത്ത പീരീഡ്സ് ആകുമ്പോൾ കുറച്ചും കൂടി ബ്ലീഡിങ് വരും. അതിൻ്റെ അപ്പുറത്തെ ബ്ലീഡിങ് ആകുമ്പോൾ പിന്നെയും കുറച്ചുകൂടി ബ്ലീഡിങ്, അങ്ങനെ ആയി ഇത് കുറച്ചും കൂടി വലിപ്പം വെച്ച് എല്ലാ പീരീഡ്സ് വരുമ്പോൾ വലിപ്പം വെച്ചിട്ടാണ് ഇത് വരാറുള്ളത്. ഇതിന് നമ്മൾ സർജിക്കലായിട്ട് ട്രീറ്റ്മെൻറ്റ് മാത്രം ചെയ്യേണ്ടതായിട്ടുള്ള ലക്ഷണങ്ങളിൽ ഇതിൽ നമ്മൾ മെഡിക്കൽ മരുന്ന് കൊണ്ട് പോകാം. അപ്പോൾ ഞാൻ പറഞ്ഞു എൻഡോമെട്രിയോസിസ് എന്ന രോഗത്തിൻ്റെ ലക്ഷണങ്ങളായിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾ ആക്ച്വലി 5 Ds എന്നാണ് പറയാറ്. അത് ഡിസ്മെനോറിയ, അതായത് പീരീഡ് സമയത്തുള്ള വേദന, ഡിസ്യൂറിയ, മൂത്രമൊഴിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട്, ഡിസ്കീസിയ, മലം പോകുമ്പോൾ വയറ്റുനിന്ന് പോകാനുള്ള ബുദ്ധിമുട്ട് വരും ആ സമയത്ത്, അഗെയിൻ ഡിസ്പെറൂനിയ, ബന്ധപ്പെടുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഈ റിലേഷൻഷിപ്പ് വരുമ്പോഴുള്ള വേദന. ഐ റിപ്പീറ്റ്. സോ 5 ലക്ഷണങ്ങളാണ്. ഡിസ്മെനോറിയ, അതായത് പീരീഡ് സമയത്തുള്ള വേദന, പീരീഡ്സിന് 2 ദിവസം മുന്നേ തുടങ്ങുന്ന വേദന, പീരീഡ്സിന് ആദ്യത്തെ 2 ദിവസമുള്ള വേദനയാണ്. ഡിസ്യൂറിയ, മൂത്രമൊഴിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട്. ഡിസ്കീസിയ, വയറ്റുനിന്ന് പോകാനുള്ള ബുദ്ധിമുട്ട്. ഡിസ്പെറൂനിയ, ബന്ധപ്പെടുമ്പോഴുള്ള ബുദ്ധിമുട്ടും. അതേ സമയത്ത് ഇത് ഡിഫിക്കൽട്ടി ഇൻ കൺസെപ്ഷൻ എന്ന് പറയും. അതായത് പീരീഡ് ഈ കുട്ടികളാവാൻ അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി ആസ്പെക്റ്റിൽ ഇതിനെ ബുദ്ധിമുട്ടിക്കാറുണ്ട്. സോ ഇതാണ് ഇതിൻ്റെ ലക്ഷണങ്ങളായിട്ടുള്ളത്. ഇതിന് വിവിധമായിട്ട് ലക്ഷണങ്ങളുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വെച്ചാൽ ഇത് കണ്ടുപിടിക്കാൻ കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ്.
സാധാരണ ഈ ഒരു രോഗം എൻഡോമെട്രിയോസിസ് രോഗം തുടങ്ങിയിട്ട് ഇറ്റ് ഹാസ് എ ലേറ്റൻറ്റ് പീരീഡ്. ഏകദേശം ഒരു 10 വർഷത്തോളം എടുക്കും. 8 മുതൽ 10 വർഷമാവും നമുക്കിതിൻ്റെ ലക്ഷണങ്ങളായിട്ട് പുറത്ത് സ്കാനിങ്ങിലോ MRIയിലോ കണ്ടുപിടിക്കാൻ. സോ ബേസിക്കലി നമ്മൾ ചെറിയൊരു പീരീഡ് സമയത്തുള്ള വേദനയെ കാണുമ്പം ഇതൊരു പീരീഡ്സിലെ വേദനയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, നല്ല ഗുളിക കഴിക്കുന്നു, മാറുന്നു. പക്ഷേ എൻഡോമെട്രിയോസിസ് രോഗം ഇത് നമുക്കൊരു ഒബ്ജക്റ്റീവായിട്ട് ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉള്ള സമയം ഏകദേശം ഒരു 8 മുതൽ 10 വർഷം എടുക്കാറുണ്ട്. അതാണ് ഇതിൻ്റെ പ്രോബ്ലം വെച്ചാൽ നമ്മൾ ഡയഗ്നോസിസ്, അത് ഡിലേ ഇൻ ഡയഗ്നോസിസ്, കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ കണ്ടുപിടിക്കാനുള്ള ഈ ഒരു ഡിലേ ആണ് എന്നും ഇതിന് ട്രീറ്റ്മെൻറ്റിനെ ബുദ്ധിമുട്ടിക്കാറുള്ളത്. ഇത് ട്രീറ്റ് ചെയ്യാൻ നമുക്ക് ഒത്തിരി തരം ടാബ്ലറ്റ്സുകളുണ്ട്. നമുക്ക് ഈ പ്രൊജസ്ട്രോൺ ടാബ്ലറ്റ്സും ഡൈനോജസ്റ്റ് ടാബ്ലറ്റ്സ് അങ്ങനത്തെ കുറേ വംശങ്ങളുടെ ഇങ്ങനത്തെ ടാബ്ലറ്റ്സ് കുറേ ടൈപ്സ് ആയിട്ടുള്ള ടാബ്ലറ്റ് നമുക്ക് കഴിക്കാൻ കിട്ടുന്നത്. വളരെ റെയറായിട്ട് ഇത് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഇത് എടുക്കാൻ പറ്റത്തില്ല, അങ്ങനെ ആകുമ്പോഴാണ് നമ്മളിത് ഈ ഒരു സർജിക്കൽ ട്രീറ്റ്മെൻറ്റിലേക്ക് നമ്മൾ യൂഷ്വലി പോകാറുള്ളത്. സോ സർജറി നമ്മൾ യൂഷ്വലി ഒരു ഫസ്റ്റ് റിസോർട്ടായിട്ട് എപ്പോഴും കാണാറില്ല, പകരം ഇതിനെ ഒരു ലാസ്റ്റ് റിസോർട്ടാണ് കാണാറുള്ളത്. ഗുളിക കൊടുത്ത് അല്ലെങ്കിൽ ടാബ്ലറ്റ് കൊടുത്ത് ഇത് ഭയങ്കരമായിട്ട് വലുപ്പം വെക്കുന്നുണ്ട്, വേദന അധികം വരുന്നുണ്ട്, ഇതിനകത്ത് ഒരു മാറ്റവും വരുന്നില്ല, ഇതിൽ വളരെ റെയറായിട്ട് ക്യാൻസർ എന്നൊരു ഭാഗത്തേക്ക് മാറാം, അങ്ങനെ ഒരു സംശയാസ്പദമായിട്ട് വരുമ്പോഴാണ് നമ്മൾ യൂഷ്വലി ഇത് സർജിക്കൽ ട്രീറ്റ്മെൻറ്റിലേക്ക് പറയാറുള്ളത്. അതാണ് ഇതിൻ്റെ ഈ എൻഡോമെട്രിയോസിൻ്റെ കാര്യങ്ങൾ. നമ്മളിപ്പോൾ ഈ ഓവേറിയൻ സിസ്റ്റം, പാരാട്യൂബ്, ഫോളിക്കുലർ സിസ്റ്റം, എൻഡോമെട്രിയോട്ടിക് സിസ്റ്റം ഒക്കെ പറഞ്ഞു. ഇതിൻ്റെ വേറൊരു കാറ്റഗറി വെച്ചാൽ ഈ ഫെലോപ്പിയൻ ട്യൂബും ഓവറിയും നടുക്കായിട്ട് നമുക്ക് പാരാട്യൂബൽ സിസ്റ്റം എന്ന് പറയാറുണ്ട്. ഇതിൻ്റെ പാരലായിട്ടുള്ള ഒരു ഏരിയയിൽ ട്യൂബിന് നേർക്കായിട്ടുള്ള പാരാട്യൂബൽ സിസ്റ്റം അല്ലെങ്കിൽ പാരോ ഓവറി സിസ്റ്റമായിട്ട് കാണാറുണ്ട്. ഇത് സാധാരണ ജന്മന നമ്മുടെ കാര്യങ്ങളെന്ന് വെച്ചാൽ ജന്മന നമുക്ക് ഈ വെസ്റ്റിജിയൽ റെമിനൻസ് പറയും. പണ്ട് ഇത് നമ്മൾ ജനിക്കുമ്പോൾ നമ്മൾ ഈ ചില ഓർഗനൊക്കെ അത് അലസി പോകേണ്ടതിന് അത് അലസി പോകാത്തുള്ള സ്ഥിതിയിലാണ് ഇതിൻ്റെ വെസ്റ്റിജിയൽ റെമിനൻസ് ആയിട്ട് നമ്മൾ പറയാറുള്ളത് പാരോ ഓവറി സിസ്റ്റമായിട്ടാണ്. ഈ പാരോ ഓവറി സിസ്റ്റ് ഈ ഓവറിയും ട്യൂബിനും നടുക്കുള്ള ഒരു ഏരിയയിലാണ് ഇത് വലിപ്പം വെക്കുക. ഇതിനകത്ത് സാധാരണ ഇതിൽ വെറും വെള്ളം മാത്രമേ ഉള്ളൂ. ഇത് ഏകദേശം ഒരു 10 സെൻറ്റിമീറ്ററോ 15 സെൻറ്റിമീറ്റർ വരെ ഇത് പോകാറുണ്ട്. പക്ഷേ അത്രയും സൈസ് വലിപ്പം ഞാൻ പറഞ്ഞ വയറ് വീർത്തൊരു തോന്നലും ഈമ്പക്കം അങ്ങനത്തെ ഉള്ള ഒരു നോൺ സ്പെസിഫിക് സിംറ്റംസ് അതിൽ കാണാറില്ല. പീരീഡ് സംബന്ധമായിട്ട് അങ്ങനെ ബുദ്ധിമുട്ടുള്ളതൊന്നും വരാറില്ല. ഈ പാരാട്യൂബൽ സിസ്റ്റം നമ്മൾ യൂഷ്വലി ഒരു ജസ്റ്റ് ഒരു ചെറിയൊരു ഇൻസിഷൻ എടുത്തിട്ട് ഇത് എടുത്ത് കളയാൻ പറ്റുന്ന ഒരു സിമ്പിൾ സിസ്റ്റമാണ്. പക്ഷേ പാരാ ഓവറിൻ ട്യൂബ്സ് നമ്മൾ ഈ സർജിക്കലായിട്ട് മരുന്ന് കൊണ്ട് പോകാറില്ല, പകരം ഇതിന് സർജറി ആയിട്ട് ഇത് എടുത്ത് കളയേണ്ടി വരാറുണ്ട്. ഇതിനകത്ത് ഇതാണ് പാരാട്യൂബൽ സിസ്റ്റ് അല്ലെങ്കിൽ പാരാ ഓവറിൻ സിസ്റ്റം എന്ന് പറയാറുള്ളത്. നമ്മളിപ്പോൾ സർജിക്കലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ സർജറി വിഷയം നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വയറ് തുറന്ന് ചെയ്യാം, അല്ലെങ്കിൽ താക്കോൽ ദ്വാരത്തിൽ, അല്ലെങ്കിൽ റോബോട്ടിക്കോ, ഇപ്പോൾ പുതിയതായിട്ടുള്ള വന്നിട്ട് റോബോട്ടിക്കിൽ നമുക്ക് ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ. സാധാരണ ഇതിൽ നമ്മൾ ലാപ്രോസ്കോപ്പിൽ ചെയ്യുകയാണെങ്കിൽ ഇത് ഒരു ദിവസത്തെ കാര്യമേ ഉള്ളൂ. ഇതിൽ നമ്മൾ അണ്ഡാശയം എടുക്കേണ്ടി വരിക അല്ലെങ്കിൽ ട്യൂബ് എടുക്കേണ്ടി വരിക അതിൻ്റെയൊക്കെ സാധ്യത വളരെ 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 അപൂർവമാണ്. സിമ്പിളായിട്ടുള്ള സിസ്റ്റ് മാത്രം എടുത്താൽ മതി. അത് എടുത്തതിന് ശേഷം റെസ്റ്റ്, ഭീകരമായ റെസ്റ്റ്, ഒത്തിരിയായ റെസ്റ്റ്, ഒരു ദിവസം ഒരാഴ്ച റെസ്റ്റോ ദാറ്റ് വിൽ ബി ഗുഡ് ഇനഫ്. ഒരു അമിതമായ റെസ്റ്റ് വേണം, ഒരു മാസം റെസ്റ്റ്, അങ്ങനെയുള്ള. പിന്നെ ഈ പറഞ്ഞ ഈ പാരാട്യൂബൽ സിസ്റ്റം, ഡെർമോയിഡ് സിസ്റ്റുകളും പിന്നെ ഈ ഫോളിക്കുലർ സിസ്റ്റ് ഇങ്ങനത്തെ സിസ്റ്റുകൾ ചെയ്യുകയാണെങ്കിൽ ഇതിന് ലോങ് ടേം ആയിട്ടുള്ള ഫോളോ അപ്പ്, കുറേ കാലങ്ങൾ സ്കാൻ ചെയ്യേണ്ടി വരുമോ എന്നൊരു ചോദ്യം സ്ഥിരമായിട്ട് പേഷ്യൻസ് ചോദിക്കാറുണ്ട്. അതിൻ്റെ ഒരു ആവശ്യമില്ല അതിനകത്ത്. ഡെർമോയിഡ് സിസ്റ്റുകൾ വളരെ 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 അപൂർവമാണ്. തിരിച്ച് റിക്കറൻസ് പിന്നെയും വരാനുള്ള സാധ്യത വളരെ റെയറാണ്. എനിക്ക് തന്നെ 1-2 കേസുകൾ കാണാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എന്നാലും അത് അത്രയ്ക്കും റെയറുകളാണ് ഈ ഡെർമോയിഡ്സ് തിരിച്ച് വരാനുള്ള സാധ്യത. ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഹോർമോണൽ ട്രീറ്റ്മെൻറ്റ് എന്തെങ്കിലും വേണ്ടി വരാറുണ്ടോ, അതിൻ്റെ വേറെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരാറുണ്ടോ സ്ഥിരമായിട്ട് പേഷ്യൻസ് ചോദിക്കാറുണ്ട്. നമുക്കിതിൻ്റെ ഭാഗമായിട്ട് ഹോർമോണൽ ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഇതിൻ്റെ ഫോളോ അപ്പ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് സാധാരണ ഇതിൽ നമ്മൾ അഡ്വൈസ് ചെയ്യാറില്ല. അതായത് എൻഡോമെട്രിയോട്ടിക് സിസ്റ്റം ആണെങ്കിൽ ഇവരെ നമ്മൾ എന്തായാലും ഫോളോ അപ്പിൽ ഈ പേഷ്യൻസ് നമ്മൾ ഫോളോ അപ്പിൽ വെക്കാറുണ്ട്. ഇതിനെ സപ്രസ് ചെയ്യാനുള്ള ടാബ്ലറ്റ്സോ ഇഞ്ചക്ഷൻസ് നമ്മൾ പറയാറുണ്ട്. അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി ആസ്പെക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിനെ പറ്റി ഇതിനെപ്പറ്റി കണ്ടിന്യൂ ചെയ്യണം എന്നതാണ് നമ്മൾ യൂഷ്വലി അഡ്വൈസ് കൊടുക്കാറുള്ളത്. സോ സർജിക്കലായിട്ട് ഞാൻ ഒന്നും കൂടി പറഞ്ഞു, ഇറ്റ്സ് ജസ്റ്റ് എ മാറ്റർ ഓഫ് ഒരു ദിവസത്തെ കാര്യമേ ഉള്ളൂ. നമ്മൾ ഈ 5 മില്ലിമീറ്റർ 2-3 പോട്ട് ഇടുക, അത് എടുത്ത് കളയുക, അതോടെ കഴിഞ്ഞു. സോ അതിന് അത്രയ്ക്ക് ഇങ്ങോട്ട് ടെൻഷൻ എടുക്കേണ്ടയോ പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ആൻഡ് അഗെയിൻ ഫോളോ അപ്പ് ഉള്ള രീതിയും വളരെ റെയറായിട്ടേ ഉള്ളൂ ഇതിനകത്ത്. താങ്ക് യു.